പുറപ്പാട് പുസ്തകം അധ്യായം 38. അവൻ ഗദിരമരം കൊണ്ട് ഹോമയാഗപീഠം ഉണ്ടാക്കി. അത് 5 മുഴം നീളവും 5 മുഴം വീതിയും ഇങ്ങനെ സമചതുരവും 3 മുഴം ഉയരവുമുള്ളതായിരുന്നു. അതിൻ്റെ 4 കോണിലും 4 കൊമ്പുണ്ടാക്കി. കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു. താമ്രം കൊണ്ട് അത് പൊതിഞ്ഞു. ചട്ടി, ചട്ടുകം, കലശം, മുൾക്കൊളുത്ത്, തീക്കലശം ഇങ്ങനെ പീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ടുണ്ടാക്കി. അവൻ യാഗപീഠത്തിന് വലപ്പണിയായ ഒരു താമ്രജാലമുണ്ടാക്കി. അത് താഴെ അതിൻ്റെ ചുറ്റുപടിക്ക് കീഴെ അതിൻ്റെ പാതിയോളം എത്തി. താമ്രജാലത്തിന്റെ 4 അറ്റത്തിനും തണ്ട് ചെലുത്തുവാൻ 4 വളയം വാർത്തു. ഗദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞു. യാഗപീഠം ചുമക്കേണ്ടതിന് അതിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയത്തിൽ ആ തണ്ടുകൾ ചെലുത്തി യാഗപീഠം പലക കൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി. സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും ഉണ്ടാക്കി. അവൻ പ്രാകാരവും ഉണ്ടാക്കി. തെക്കുവശത്തെ പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള 100 മുഴം മറശ്ശീല ഉണ്ടായിരുന്നു. അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവടുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. വടക്കുവശത്ത് 100 മുഴം മറശ്ശീലയും അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവടുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. പടിഞ്ഞാറ് വശത്ത് 50 മുഴം മറശ്ശീലയും അതിന് 10 തൂണും തൂണുകൾക്ക് 10 ചുവടുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. കിഴക്ക് വശത്ത് മറശ്ശീല 50 മുഴമായിരുന്നു. വാതിലിന്റെ ഒരു വശത്ത് മറശ്ശീല 15 മുഴവും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടുമുണ്ടായിരുന്നു. മറ്റേ വശത്തും അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രാകാരവാതിലിന്റെ ഇപ്പുറത്തും അപ്പുറത്തും 15 മുഴം വീതം മറശ്ശീലയും അതിന് 3 തൂണും 3 ചുവടുമുണ്ടായിരുന്നു. ചുറ്റും പ്രാകാരത്തിന്റെ മറശ്ശീലയൊക്കെയും പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ആയിരുന്നു. തൂണുകൾക്കുള്ള ചുവട് താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളി കൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിന്റെ തൂണുകളൊക്കെയും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടിയുള്ളവയുമായിരുന്നു. എന്നാൽ പ്രാകാരവാതിലിന്റെ മറശ്ശീല നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്ര തയ്യൽ പണിയായിരുന്നു. അതിന്റെ നീളം 20 മുഴവും അതിൻ്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മറശ്ശീലയ്ക്ക് സമമായി 5 മുഴവുമായിരുന്നു. അതിന്റെ തൂണ് 4ഉം അവയുടെ ചുവട് 4ഉം താമ്രമായിരുന്നു. കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. തിരുനിവാസത്തിനും പ്രാകാരത്തിനും 4 പുറവുമുള്ള കുറ്റികളൊക്കെയും താമ്രമായിരുന്നു. മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹ്റോന്റെ മകൻ ഈഥാമാർ മുഖാന്തരം ലേവ്യരുടെ ശുശ്രൂഷയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവെന്തെന്നാൽ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി. അവനോട് കൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ കൊത്തുപണിക്കാരനും കൗശലപ്പണിക്കാരനും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്ര തയ്യൽ പണി ചെയ്യുന്നവനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്ന് ഉപയോഗിച്ച പൊന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരമാകെ 29 താലന്തും 730 ശേക്കലുമായിരുന്നു. സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 100 താലന്തും 1775 ശേക്കലുമായിരുന്നു. 20 വയസ്സു മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട 6,3550 പേരിൽ ഓരോരുത്തന് ഓരോ ബെക്ക വീതമായിരുന്നു. അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കലാകുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും
മരശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് ഒരു ചുവടിന് 1 താലന്ത് വീതം 100 ചുവടിന് 100 താലന്ത് വെള്ളി ചെലവായി. ശേഷിപ്പുള്ള 1775 ഷെക്കൽ കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്തുണ്ടാക്കുകയും കുമിഴ് പൊതിയുകയും മേൽ ചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു. വഴിപാട് വന്ന താമ്രം 70 താലന്തും 2400 ഷെക്കലുമായിരുന്നു. അതുകൊണ്ട് അവൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള ചുവടുകളും താമ്രയാഗപീഠവും അതിന്റെ താമ്രജാലവും യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിന്റെ ചുവടുകളും പ്രാകാരവാതിലിനുള്ള ചുവടുകളും തിരുനിവാസത്തിന്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിന്റെ കുറ്റികളും ഉണ്ടാക്കി.